ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൊമാറ്റോ കെച്ചപ്പ് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും നിറത്തിലും വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 6-7 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ 7 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഒരു ചേരുവയാണ് ബീട്രൂട്ട്. ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിവാക്കരുത്, എന്നാൽ മാത്രമേ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റിലും നിറത്തിലും ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6-7 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി, ബീട്രൂട്ടും ഇതെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വെള്ളം തക്കാളിയിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. എന്നിട്ട് നമുക്കിത് ഗ്യാസിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റാം. ഇപ്പം നല്ല രീതിയിൽ തന്നെ തിളച്ച് തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്കൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിനകത്തൊരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ബീട്രൂട്ട് ഇട്ടതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്. അതുകൊണ്ട് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടൊരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് തണുക്കട്ടെ. അതാണ് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. എല്ലാം ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നേരത്തെ ആ തക്കാളിയൊക്കെ വേവിച്ച ആ പാനിൽ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു ചായ അരിക്കുന്ന അരിപ്പയാണ്. വലിയ അരിപ്പയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഈ ഒരു അരിപ്പയിൽ കുറച്ച് ടൈം എടുത്തു കേട്ടോ അരിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ തന്നെയാണ് മിക്സിയിൽ അടിച്ചെങ്കിലും ഇതിൻ്റെ പൾപ്പൊക്കെ അരയാത്തതൊക്കെ കാണും. എല്ലാം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തക്കാളിയുടെ പുളി കുറവാണെങ്കിൽ മാത്രം 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പുളി കുറവായതുകൊണ്ടാണ് 1 ടീസ്പൂൺ വിനീഗർ ചേർത്തത്. പുളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ, സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വറ്റിച്ച് പാനിൽ നിന്ന് ആ വിട്ട് കിട്ടുന്ന ടൈം വരെയും ഇതിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും നിറത്തിലും ടൊമാറ്റോ കെച്ചപ്പ് റെഡിയാക്കി എടുക്കാം. ബീട്രൂട്ട് ഒഴിവാക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു നിറത്തിലും ടേസ്റ്റിലും നമുക്ക് കെച്ചപ്പ് റെഡിയാക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.